അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബ് മാസം ഏതാനും ദിനങ്ങളെ കൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞു പോവുകയാണ്. എടുത്തു വരാനുള്ള പരിശുദ്ധ ഷഅബാൻ മാസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ്. ആ ഒരു മാസത്തിൽ തങ്ങളുടെ മാസമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷഅബാൻ മാസത്തിൽ നമുക്ക് ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. അക്കൂട്ടത്തിൽ ഏറെ നാം ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ചൊല്ലി തീർക്കേണ്ട ഒരു വിഷയമാണ് സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്ത് എത്ര കണ്ട് ചൊല്ലുന്നുവോ അത്രയും നമുക്ക് ആത്മീയമായും ഭൗതികമായും നമുക്ക് ഉയരാൻ പറ്റും. നമ്മുടെ മനസ്സിലുള്ള ഏത് മുറാദും എല്ലാത്തിനും പരിഹാരമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പേരുള്ള സ്വലാത്ത്. തങ്ങളെ സ്നേഹിക്കുന്ന ഓരോരുത്തരും തങ്ങളേറെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. കണ്ടാൽ പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന വല്ലാത്ത ചന്തമുള്ള മുഖമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അള്ളാഹു അവിടുത്തെ പൂമുഖം നമുക്ക് ഒരുപാട് തവണ ഉറക്കിലും ഉണർവിലും കണ്ട് സന്തോഷിക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആയുഷ്കാലത്ത് ഒരുപാട് തവണ മദീനയിലെത്താൻ അള്ളാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ മഹ്ദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ പതിവാക്കിയ ഏറ്റവും ലഘുവായ, ഏറ്റവും ഫലമുള്ള, ഒരുപാട് ഫലമുള്ള ഒരു സ്വലാത്താണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഏത് ഇരുൾമുട്ടിയ വിഷയവും നമുക്ക് പ്രകാശപൂരിതമാകാൻ സാധിക്കും. പ്രകാശപൂരിതമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കാൻ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങൾ തീർന്നു കിട്ടാൻ, ബുദ്ധി കുറവുള്ള മക്കൾക്ക്, പഠിച്ചതൊന്നും തലയിൽ നിൽക്കാത്ത മക്കൾക്ക് പെട്ടെന്ന് നമ്മുടെ മെമ്മറി പവർ കൂടാൻ, പഠിച്ചതൊന്നും മറക്കാതെ നമ്മുടെ മനസ്സിൽ അതങ്ങനെ സ്റ്റോറായി നിൽക്കാൻ, ഏത് വിഷയവും പഠിച്ചെടുക്കാൻ പറ്റാൻ, മലിനമായ മനസ്സ് ശുദ്ധമായി കിട്ടാൻ, ഹറാമുകളെ കൊണ്ട്, ഹറാമായ കാഴ്ചകളെ കൊണ്ട്, ഹറാമായ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ മനസ്സ് കേടുവന്നു പോയതാണ്. അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടി നല്ലൊരു വ്യക്തി ജീവിതം ലഭിക്കണം, നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാവണം എന്നാഗ്രഹിക്കുന്നവർ സ്വലാത്ത് നിരന്തരമായി ചൊല്ലാനാണ് മഹാന്മാർ നമുക്ക് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സ്വലാത്ത് ഒരാൾ നല്ല നിയത്തോടുകൂടെ, നല്ല അദബോടുകൂടെ തന്നെ ഒരാൾക്ക് 70,000 തവണ ഒരാൾക്ക് ഈ ഒരു സ്വലാത്ത് ചൊല്ലിത്തീർക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം, എന്ത് ഉദ്ദേശം കരുതി ചൊല്ലുന്നുവോ അത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഫത്ഹ് കാണാൻ പറ്റും. വല്ലാത്ത അത്ഭുതം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. ഈ ഒരു സ്വലാത്ത് 70,000 തവണ ഒരാൾക്ക് ചൊല്ലിത്തീർക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. തങ്ങളുടെ നൂർ എന്ന ഒരു നാമത്തിലാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അത്രയും അത്ഭുതമാണ് ഈ നൂർ എന്ന പേരിലുള്ള സ്വലാത്തുകൾ. അല്ലാഹു തആല നമുക്ക് അത്തരത്തിലുള്ള സ്വലാത്തുകൾ തിരഞ്ഞെടുത്ത് ചൊല്ലി ജീവിതത്തെ ധന്യപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.